ഒരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് കോമഡി ജേണലിൽ വരുന്ന ഒരു മൂവിയാണ് യൂത്ത് എന്ന് പറയുന്നത്. മാർച്ച് 19-ാം തീയതി തിയേറ്ററിൽ റിലീസായി റീസെൻ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഈ ഒരു സിനിമ കെൻ കൈനാസ് ആണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ പുറമെ ഒരു കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സോ ഈ സിനിമ 15 വയസ്സുള്ള ഒരു കെൻ കൈനാസിൻ്റെ ക്യാരക്ടർ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ എയിം എന്താണ്, കാര്യങ്ങൾ എന്താണ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സോ ഈ സിനിമയിൽ ആ ഒരു ഇമോഷൻസും ഫാമിലി, ആ പ്രായത്തിലുള്ള കുട്ടിയുടെ ലവ് ലൈഫും അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയും ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ കാസ്റ്റ് തന്നെയാണ്. കാരണം അവർ സ്കൂളിൽ നടക്കുന്ന കോമഡീസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ലവ് ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞ ഒരു മൂവിയാണ് യൂത്ത് എന്ന് പറയുന്ന സിനിമ. ക്ലൈമാക്സിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് തീരുന്ന ഒരു മൂവിയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു സിനിമ എടുത്തിരിക്കുന്ന രീതിയാണ്. ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഇറ്റ്സ് ആൻ എൻ്റർടൈനിങ് വാച്ചാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു സിനിമയിൽ സുരാജിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് സീക്വൻസിൽ തന്നെ സ്പോട്ടിൽ വരുന്ന എക്സ്പ്രഷൻസ്, അതുപോലെ കോമഡി സീക്വൻസ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ക്ലൈമാക്സിലൊക്കെ വരുന്ന പെർട്ടിക്കുലർ സീനിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് പ്രൗഡ് മൊമെൻറ്റ് ഫീൽ ചെയ്യുന്ന കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷോട്ടുണ്ട്, ആ ഒരു ഷോട്ടിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. സോ സുരാജിൻ്റെ പെർഫോമൻസ് ആണ് എസ്പെഷ്യലി ആ ഒരു സിനിമയുടെ ആ ഒരു ഗ്രാഫിക്സ്. അതിൻ്റെ കൂടെ തന്നെ കെൻ കരുണാസിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണെങ്കിലും ദേവദർശിനി ആണെങ്കിലും അനീഷ് മാനിൽകുമാർ ആണെങ്കിലും മീനാക്ഷി ആണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു നായകൻ്റെ കൂടെ തന്നെ നടക്കുന്ന ആ ഒരു ഗ്യാങ്ങിൽ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ വേറെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 15 വയസ്സുള്ള ആ ഒരു കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ചില കോമഡീസൊക്കെ കേട്ടാൽ ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എൻ്റർടൈനിങ് വാച്ച് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. സോ കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളും സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. സോ അങ്ങനെ പോകുന്നൊരു മൂവിയാണ്. താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.